നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +1 തുല്യതാ പഠിതാക്കൾക്കായി 2025 അക്ഷര കൈരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ്. എല്ലാ വർഷവും മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെയുള്ള ക്ലാസുകൾ തുടർന്ന് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 to 4. റീഡ് ദ ഫോളോവിംഗ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 1 സ്കോർ. താഴെ തന്നിരിക്കുന്ന വരികൾ വായിച്ച് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. വരികൾ നോക്കാം. ഷീ സ്പീക്സ് നോട്ട്, മൂവ്സ് നോട്ട്, സ്കേഴ്സ് ഡസ് ബ്രീത്ത്. As she stands the trees beneath, no sound she utters, and she soon sees the child lift up its spoon and tap the snake upon the head. Fearless of harm, and then she said, as speaking to familiar mate, keep on your own side, do great wait. ചാൾസ് ലാംബിന്റെ ദ ബോയ് ആൻഡ് സ്നേക്ക് എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ പോയം ആൻഡ് പോയറ്റ്. ഐഡന്റിഫൈ ദ പോയം ആൻഡ് പോയറ്റ്. കവിതയുടെ പേരും കവിയുടെ പേരുമാണ് ചോദിച്ചിരിക്കുന്നത്. പോയം ദ ബോയ് ആൻഡ് സ്നേക്ക്, പോയറ്റ് ചാൾസ് ലാംബ്. പോയം ദ ബോയ് ആൻഡ് സ്നേക്ക്, പോയറ്റ് ചാൾസ് ലാംബ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ഷീ സീ. വാട്ട് ഡിഡ് ഷീ സീ. അവൾ എന്താണ് കണ്ടത്. ഷീ സോ ഹെർ ചൈൽഡ് ലിഫ്റ്റ് എ സ്പൂൺ ആൻഡ് ജെന്റ്ലി ടാപ്പ് ദ സ്നേക്ക് ഓൺ ഇറ്റ്സ് ഹെഡ് വിത്തൗട്ട് എനി ഫിയർ. ഷീ സോ ഹെർ ചൈൽഡ് lift a spoon and gently tap the snake on its head without any fear. അവളുടെ മകൻ ഒരു സ്പൂൺ എടുത്ത് ഒട്ടും ഭയമില്ലാതെ പാമ്പിന്റെ തലയിൽ തലോടുന്നത് പോലെ മെല്ലെ തട്ടുന്നതാണ് കണ്ടത്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ചൈൽഡ് ഡു. വാട്ട് ഡിഡ് ദ ചൈൽഡ് ഡു. ദ ചൈൽഡ് picked up a spoon, softly hit the snake on its head. The child picked up a spoon, softly hit the snake on its head. ഒരു സ്പൂൺ എടുത്ത് പാമ്പിന്റെ തലയിൽ മെല്ലെ തട്ടുകയാണ് ചെയ്തത്. നാലാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ചൈൽഡ് സേ ടു ദ സ്നേക്ക്. വാട്ട് ഡിഡ് ദ ചൈൽഡ് സേ ടു ദ സ്നേക്ക്. അവൻ പാമ്പിനോട് എന്താണ് പറഞ്ഞത്. ദ ചൈൽഡ് സെഡ്, സ്റ്റേ ഓൺ യുവർ സൈഡ്, ഡോണ്ട് കം ക്ലോസർ. ദ ചൈൽഡ് സെഡ്, സ്റ്റേ ഓൺ യുവർ സൈഡ്, ഡോണ്ട് കം ക്ലോസർ. നീ നിന്റെ സൈഡിൽ തന്നെ ഇരിക്കണം, അടുത്ത് വരരുത് എന്നാണ് അവൻ പാമ്പിനോട് പറഞ്ഞത്. അടുത്തത് Question number 5 to 8. Read the following passage and answer the questions that follow. Each question carries 1 score. താഴെ തന്നിരിക്കുന്ന പാസേജ് വായിച്ച് 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. പാസേജ് നോക്കാം. The Keller homestead where the family lived was a few steps from our little rose bower. It was called Ivy Green because the house and the surrounding trees and fences were covered with beautiful English ivy. Its old-fashioned garden was the paradise of my childhood. കെല്ലറും കുടുംബവും താമസിച്ചിരുന്നത് ഒരു റോസ് ഗാർഡന്റെ സമീപത്തായിരുന്നു. ഐവി ഗ്രീൻ എന്നായിരുന്നു അതിന്റെ പേര്. കാരണം അതിനു ചുറ്റുമുള്ള മരങ്ങളിലും വേലികളിലും മനോഹരമായ ഇംഗ്ലീഷ് ഐവി കയറി പടർന്നിരുന്നു. ആ പഴയ തോട്ടം തന്റെ ബാല്യത്തിലെ സ്വർഗം തന്നെയായിരുന്നെന്ന് കെല്ലർ പറയുന്നു. ഇത് ഹെലൻ കെല്ലറിന്റെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ലെസണിൽ നിന്നുള്ള പാസേജ് ആണ്. അഞ്ചാമത്തെ ചോദ്യം, വേർ ഡിഡ് ദ ഫാമിലി ലിവ്ഡ്. വേർ ഡിഡ് ദ ഫാമിലി ലിവ്ഡ്. ആ കുടുംബം എവിടെയാണ് താമസിച്ചിരുന്നത്. ദ ഫാമിലി ലിവ്ഡ് അറ്റ് ദ കെല്ലർ ഹോംസ്റ്റെഡ്, എ ഹൗസ് കോൾഡ് ഐവി ഗ്രീൻ. ദ ഫാമിലി ലിവ്ഡ് അറ്റ് ദ കെല്ലർ ഹോംസ്റ്റെഡ്, എ ഹൗസ് കോൾഡ് ഐവി ഗ്രീൻ. ഹോംസ്റ്റെഡ് എന്നത് ഒരു വീടിന് ചുറ്റുമുള്ള സ്ഥലത്തെയോ കൃഷിസ്ഥലത്തെയാണ് പറയുന്നത്. ഐവി ഗ്രീൻ എന്നായിരുന്നു വീടിന്റെ പേര്. ആറാമത്തെ ചോദ്യം, വൈ വാസ് ദ കെല്ലർ ഹോംസ്റ്റെഡ് കോൾഡ് ഐവി ഗ്രീൻ. വൈ വാസ് ദ കെല്ലർ ഹോംസ്റ്റെഡ് കോൾഡ് ഐവി ഗ്രീൻ. എന്തുകൊണ്ടാണ് വീടിന് ഐവി ഗ്രീൻ എന്ന പേര് വന്നത്. ബിക്കോസ് ദ ഹൗസ് ആൻഡ് ദ സറൗണ്ടിങ് ട്രീസ് ആൻഡ് ഫെൻസസ് വെയർ കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി. ബിക്കോസ് ദ ഹൗസ് ആൻഡ് ദ സറൗണ്ടിങ് ട്രീസ് ആൻഡ് ഫെൻസസ് വെയർ കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി. വീടിന് ചുറ്റുമുള്ള മരങ്ങൾ, വേലി എല്ലാം മനോഹരമായ ഇംഗ്ലീഷ് ഐവിയാൽ ചുറ്റപ്പെട്ടിരുന്നതിനാൽ. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ഓഥർ റെഫർ ടു ഹിയർ ആസ് പാരഡൈസ്. വാട്ട് ഡസ് ദ ഓഥർ റെഫർ ടു ഹിയർ ആസ് പാരഡൈസ്. ഇവിടെ ഓഥർ സ്വർഗമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്.
ഓൾഡ് ഫാഷൻഡ് ഗാർഡൻ. ഓൾഡ് ഫാഷൻഡ് ഗാർഡൻ. പഴയ രീതിയിലുള്ള പൂന്തോട്ടത്തെയാണ് സ്വർഗമായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഓഥർ. ഐഡന്റിഫൈ ദ ഓഥർ. ഇത് എഴുതിയിരിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നാണ് ഇതിന്റെ പേര്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 to 12. ആൻസർ എനി 3 questions in 2 or 3 sentences. Each question carries 2 scores. 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 9ാമത്തെ ചോദ്യം, റൈറ്റ് ടു സ്ലോഗൻസ് എഗെയിൻസ്റ്റ് വാർ. റൈറ്റ് ടു സ്ലോഗൻസ് എഗെയിൻസ്റ്റ് വാർ. യുദ്ധത്തിനെതിരെയുള്ള 2 മുദ്രാവാക്യങ്ങൾ എഴുതുക. സേ നോ ടു വാർ, യെസ് ടു പീസ്. സേ നോ ടു വാർ, യെസ് ടു പീസ്. സ്റ്റോപ്പ് ഫൈറ്റിംഗ്, സ്റ്റാർട്ട് ലിവിംഗ്. സ്റ്റോപ്പ് ഫൈറ്റിംഗ്, സ്റ്റാർട്ട് ലിവിംഗ്. മേക്ക് പീസ്, നോട്ട് വാർ. മേക്ക് പീസ്, നോട്ട് വാർ. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതിയാലും മതി. 10ാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. തന്നിരിക്കുന്ന സെന്റൻസിൽ ശരിയായ വെർബ് ചേർത്ത് പൂരിപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സെന്റൻസ് നോക്കാം. ഓൾ ഓഫ് ദം ടുഗദർ ഡാഷ് ഹിം എവേ. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. ഹി വെന്റ് ഓഫ് ബെയറിംഗ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ ഡാഷ് ഇറ്റ്സ് ഹങ്കർ. ഫസ്റ്റ് സെന്റൻസ് നോക്കാം. ഓൾ ഓഫ് ദം ടുഗദർ ഡാഷ് ഹിം എവേ. ഇതൊരു നടന്നു കഴിഞ്ഞ സംഭവമാണെന്ന് മനസ്സിലാക്കാം. അപ്പോ പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ് അനുയോജ്യം. തന്നിരിക്കുന്ന വെർബ് ചേസ്, ചേസ്ഡ് എന്നിവയാണ്. ഇതിൽ പാസ്റ്റ് ടെൻസിലുള്ള വെർബ് ചേസ്ഡ് ആണ്. അപ്പോ ആൻസർ ഓൾ ഓഫ് ദം ടുഗദർ ചേസ്ഡ് ഹിം എവേ എന്ന് വരും. അർത്ഥം എല്ലാവരും ചേർന്ന് അവനെ പിന്തുടർന്ന് ഓടിച്ചു വിട്ടു. അടുത്ത സെന്റൻസ് നോക്കാം. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. ഹി വെന്റ് ഓഫ് ബെയറിംഗ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ ഡാഷ് ഇറ്റ്സ് ഹങ്കർ. ഈ സെന്റൻസ് മൊത്തത്തിൽ പാസ്റ്റ് ടെൻസ് ഫോമിലാണ് കിടക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന വെർബ് വെയിൽ, വെയിലിംഗ് എന്നിവയാണ്. ഒരേ സമയം നടക്കുന്ന 2 ആക്ഷനെ സൂചിപ്പിക്കാൻ വെർബ് പ്ലസ് ing ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ അനുയോജ്യം വെയിലിംഗ് ആണ്. സെന്റൻസ് നോക്കാം. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. ഹി വെന്റ് ഓഫ് ബെയറിംഗ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ വെയിലിംഗ് ഇറ്റ്സ് ഹങ്കർ എന്ന് വരും. അർത്ഥം അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു, വിശന്നു കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൻ പോയി. ഈ ഗ്രാമർ സെന്റൻസ് ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതിന്റെ റൂൾസ് വെച്ച് വിശദമായി തന്നെ പറയണം. സമയക്കുറവ് മൂലമാണ് ഇപ്പോൾ വിശദമായി പറയാൻ പറ്റാത്തത്. മറ്റൊരു ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. 11ാമത്തെ ചോദ്യം, ആഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്സ് ടു ദ ഫോളോവിംഗ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിന് ക്വസ്റ്റ്യൻ ടാഗ് നൽകുവാനാണ്. തന്നിരിക്കുന്ന സെന്റൻസ് നോക്കാം. ഓപ്പൺ ദ വിൻഡോ, റാം ലവ്സ് ഗെയിംസ്. ഈ 2 സെന്റൻസിനാണ് ക്വസ്റ്റ്യൻ ടാഗ് നൽകുവാനുള്ളത്. നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് ഓപ്പൺ ദ വിൻഡോ എന്നതാണ്. അതിന്റെ ടാഗ് വിൽ യു എന്ന് വരും. ഓപ്പൺ ദ വിൻഡോ എന്നതിന്റെ ടാഗ് വിൽ യു എന്ന് വരും. ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുന്നത് ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. എന്ന് വെച്ചാൽ ആജ്ഞാപിക്കുക, അനുവദിക്കുക, അഭ്യർത്ഥിക്കുക തുടങ്ങിയവ ഒരു സെന്റൻസിലുണ്ടെങ്കിൽ അത് ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. അപ്പോ ഓപ്പൺ ദ വിൻഡോ എന്നത് ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ അതിന്റെ ടാഗ് വിൽ യു എന്ന് വരും. അടുത്ത സെന്റൻസ് റാം ലവ്സ് ഗെയിംസ്. ഇതിന്റെ ടാഗ് ഡസൻ ഹി എന്ന് വരും. ഡസൻ ഹി. റാം ലവ്സ് ഗെയിംസ് ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ ലവ്സ് എന്ന് പറയുന്ന വെർബിനെ പിരിക്കുമ്പോൾ ഡസ് പ്ലസ് ലവ് എന്ന് കിട്ടും. അപ്പോ ടാഗ് ഡസൻ ഹി എന്ന് വരും. അടുത്തത് വൈ ഡിഡ് ഗ്രാൻഡ് മദർ അക്കമ്പനി ഖുഷ്വന്ത് സിംഗ് ടു സ്കൂൾ. വൈ ഡിഡ് ഗ്രാൻഡ് മദർ അക്കമ്പനി ഖുഷ്വന്ത് സിംഗ് ടു സ്കൂൾ. ഖുഷ്വന്ത് സിംഗിന്റെ കൂടെ ഗ്രാൻഡ് മദർ എന്തിനാണ് സ്കൂളിൽ പോയിരുന്നത്? ഗ്രാൻഡ് മദർ വെന്റ് വിത്ത് ഖുഷ്വന്ത് സിംഗ് ടു സ്കൂൾ because the school was near a temple. She was very religious woman. Grandmother went with Khushwant Singh to school because the school was near a temple. She was very religious woman. സ്കൂളിനടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഗ്രാൻഡ് മദർ ഖുഷ്വന്ത് സിംഗുമായി സ്കൂളിൽ പോയിരുന്നത്. അവർ വലിയൊരു ദൈവഭക്തയായിരുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13 to 19. ആൻസർ എനി 5 questions. Each question carries 4 score. 13 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 13ാമത്തെ ചോദ്യം, റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് MD വാസുദേവൻ നായർ, ദ ഫേമസ് മലയാളം നോവലിസ്റ്റ് ഹു പാസ്ഡ് അവേ റീസെന്റ്ലി. ഡെവലപ്പിംഗ് ദ ഹിന്റ് ഗിവൻ ബിലോ. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് MD വാസുദേവൻ നായർ, ദ ഫേമസ് മലയാളം നോവലിസ്റ്റ് ഹു പാസ്ഡ് അവേ റീസെന്റ്ലി. ഡെവലപ്പിംഗ് ദ ഹിന്റ് ഗിവൻ ബിലോ.
താഴെ തന്നിരിക്കുന്ന സൂചനകൾ വെച്ച് MD വാസുദേവൻ നായരുടെ പ്രൊഫൈൽ തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂചനകൾ നോക്കാം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ, ബോൺ 1 ജൂലൈ 1933, കുണ്ടല്ലൂർ, തമിഴ്നാട് എന്നാണ് ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്നത്. അച്ചടിപ്പിശകാണ്. കേരളത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഒക്യുപ്പേഷൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ പ്ലേ റൈറ്റർ, ഫിലിം ഡയറക്ടർ. നോട്ടബിൾ വർക്ക്സ് 4 കെട്ട്, രണ്ടാമൂഴം, മഞ്ഞ്, കാലം, ഇരുട്ടിന്റെ ആത്മാവ്, എക്സെട്ര. അവാർഡ്സ്: പത്മവിഭൂഷൺ, പത്മഭൂഷൺ, കേരള ജ്യോതി, ജ്ഞാനപീഠം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എക്സെട്ര. സ്പൗസ്: പ്രമീള. ഡൈഡ് 25 ഡിസംബർ 2024. ഒരു ബോക്സ് വരച്ച് പ്രൊഫൈൽ ഓഫ് MD വാസുദേവൻ നായർ എന്ന ഹെഡിങ് കൊടുത്തിട്ട് എഴുതുക. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ, നോൺ ആസ് MD വാസുദേവൻ നായർ, ഈസ് എ ഫേമസ് മലയാളം റൈറ്റർ, സ്ക്രീൻ പ്ലേ റൈറ്റർ ആൻഡ് ഫിലിം ഡയറക്ടർ. He was born on July 15, 1933 in Kudallur, a small village in Kerala. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MD വാസുദേവൻ നായർ മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനും തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനുമായിരുന്നു. 1933 ജൂലൈ 15 കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമമായ കൂടല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. MD is well known for his novels, short stories and screenplays. His writing reflects Kerala culture, tradition and human values. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശസ്തനായത് നോവലുകൾ, ചെറുകഥകൾ, തിരക്കഥകൾ എന്നിവയിലൂടെയാണ്. MDയുടെ രചനകളിൽ കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും മനുഷ്യന്റെ മൂല്യങ്ങളും പ്രതിഫലിക്കുന്നു. ഹിസ് ഫേമസ് നോവൽസ് ഇൻക്ലൂഡ് 4 കെട്ട്, മഞ്ഞ്, കാലം, ഇരുട്ടിന്റെ ആത്മാവ്, രണ്ടാമൂഴം, എക്സെട്ര. രണ്ടാമൂഴം ഈസ് എ റീടെയിലിംഗ് ഓഫ് ദ മഹാഭാരത ഫ്രം ഭീമാസ് പോയിന്റ് ഓഫ് വ്യൂ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ 4 കെട്ട്, മഞ്ഞ്, കാലം, ഇരുട്ടിന്റെ ആത്മാവ്, രണ്ടാമൂഴം തുടങ്ങിയവയാണ്. രണ്ടാമൂഴം മഹാഭാരത കഥയെ ഭീമന്റെ കാഴ്ചപ്പാടിൽ നിന്ന് പുനരാവർത്തിച്ചിരിക്കുന്നു. He has won many awards like the Jnanapeedham, Sahitya Akademi Awards and Kerala State Film Awards. He was also honored with Padma Bhushan and Padma Vibhushan, 2 of India's top civilian awards. അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. ജ്ഞാനപീഠം, സാഹിത്യ അക്കാദമി അവാർഡുകൾ, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കൂടാതെ ഇന്ത്യയിലെ 2ാമത്തെ സിവിലിയൻ ബഹുമതികളായ പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. ഹിസ് സ്പൗസ് വാസ് പ്രമീള. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പ്രമീള എന്നായിരുന്നു. ഹി പാസ്ഡ് അവേ ഓൺ 25 ഡിസംബർ 2024. 2024 ഡിസംബർ 25 അദ്ദേഹം മരണപ്പെട്ടു. 14ാമത്തെ ചോദ്യം. പ്രിപ്പയർ എ ലൈക്ലി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓഫ് ദ അറസ്റ്റ് ഓഫ് ദ ബെഗർ നിക്നെയിംഡ് ബെൽ വിച്ച് വുഡ് അപ്പിയർ ഇൻ ദ നെക്സ്റ്റ് ഡേയ്സ് ന്യൂസ് പേപ്പർ. പ്രിപ്പയർ എ ലൈക്ലി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓഫ് ദ അറസ്റ്റ് ഓഫ് ദ ബെഗർ നിക്നെയിംഡ് ബെൽ വിച്ച് വുഡ് അപ്പിയർ ഇൻ ദ നെക്സ്റ്റ് ഡേയ്സ് ന്യൂസ് പേപ്പർ. ഭിക്ഷക്കാരനായ ബെല്ലിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു പത്രവാർത്ത എഴുതുക. ആദ്യം ഒരു ബോക്സ് വരച്ച് ഹെഡിങ് കൊടുത്തതിന് ശേഷം സ്ഥലം, ഡേറ്റ് എന്നിവ എഴുതുക. നോക്കാം. ബെഗർ നേംഡ് ബെൽ അറസ്റ്റഡ്. വാർവില്ലെ, January 20. എ ബെഗർ കോൾഡ് ബെൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് യെസ്റ്റർഡേ ഫ്രം എ ഫാം നിയർ ദ ടൗൺ. A beggar called Bell was arrested by the police yesterday from a farm near the town. People in the village said Bell was troubling them. A farmer named Shuket said that Bell to attack him. So the villagers caught Bell and locked him in a shed and called the police. People in the village said Bell was troubling them. A farmer named Shuket said that Bell to attack him. So the villagers caught Bell and locked him in a shed and called the police. ബെൽ എന്ന ഭിക്ഷക്കാരനെ ടൗണിനടുത്തുള്ള ഒരു ഫാമിൽ വെച്ച് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ഷിക്കറ്റ് എന്ന കൃഷിക്കാരനെ ഉപദ്രവിക്കാനും ശ്രമിച്ചു. അതുകൊണ്ട് ഗ്രാമത്തിലുള്ളവർ ബെല്ലിനെ ഒരു ഷെഡിൽ പൂട്ടിയിടുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. When the police came, they found Bell very weak. He was bleeding, hungry and lying on the floor. When the police came, they found Bell very weak. He was bleeding, hungry and lying on the floor. പോലീസ് വന്ന് നോക്കിയപ്പോൾ ബെൽ വളരെ അവശനായിരുന്നു. അവൻ വിശന്നു തളർന്ന് രക്തം വാർന്ന് തറയിൽ കിടക്കുകയായിരുന്നു. പോലീസ് pulled him up by force somehow. With great effort he stood up and started walking. Some people shouted at him. The police said
they will ask Bell more questions and decided what to do next. Police pulled him up by force somehow. With great effort, he stood up and started walking. Some people shouted at him. The police said they will ask Bell more questions and decided what to do next. പോലീസ് അവനെ ബലമായി എഴുന്നേൽപ്പിക്കാൻ നോക്കി. പരിശ്രമത്തിനൊടുവിൽ എങ്ങനെയൊക്കെയോ അവൻ എഴുന്നേറ്റ് നടന്നു. കുറച്ചാളുകൾ അവനെ കൂവി വിളിച്ചു. അവനെ ചോദ്യം ചെയ്തതിനു ശേഷം അടുത്ത നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.